ഭിന്നത വ്യക്തമാക്കി പി ജെ ജോസഫ്. 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. മത്സരിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നിഷയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചതല്ല എന്നും ജോസഫിന്റെ ഒളിയമ്പ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച നാളെ കൊച്ചിയിൽ നടക്കാനിരിക്കെയാണ് വിഭാഗീയത വ്യക്തമാക്കി പി ജെ ജോസഫ് രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടാണ് പി ജെ ജോസഫ് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിനു പുറമെ ചാലക്കുടി സീറ്റാണ് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയ പി ജെ ജോസഫ് 2 സീറ്റ് എന്ന ആവശ്യം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, എന്നും കേരള കോൺഗ്രസ് യോജിച്ച കേരള കോൺഗ്രസ് 2 സീറ്റുകളും ഉണ്ടായിരുന്നു. പാർട്ടി പിന്നിച്ച് 2 വയസ്സായപ്പോൾ 2 മുന്നണിയിൽ ഓരോ സീറ്റും യോജിച്ച പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി 2 സീറ്റ് കിട്ടേണ്ടതെന്നാണ്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുഹമ്മദ് ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത്. മത്സരിക്കാനുള്ള ആഗ്രഹവും പി ജെ ജോസഫ് വെളിപ്പെടുത്തി. ലോക്സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്നും മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു ജോസഫിന്റെ പ്രതികരണം. അതേസമയം കോട്ടയത്ത് നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്നും പി ജെ ജോസഫ് കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് നിഷ ജോസ് കെ മാണിയും പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. തനിക്ക് പാർട്ടിയിൽ അംഗത്വം പോലുമില്ലെന്നും എന്നാൽ കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുമാണ് നിഷയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഘടകകക്ഷികൾക്ക് അധിക സീറ്റെന്ന ആവശ്യം നിറവേറ്റാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. ദേശീയതലത്തിൽ ഇപ്പോൾ പ്രാധാന്യം കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ വിജയിക്കുക എന്നതിനാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഘടകകക്ഷികൾക്കുണ്ട്. 2014 തെരഞ്ഞെടുപ്പിലുണ്ടായ സീറ്റ് വിഭജന മാനദണ്ഡമായിരിക്കും ഇത്തവണയെന്നും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ പറഞ്ഞു. മുന്നണിയുടെ പ്രായോഗികത എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് വാങ്ങണം. ദേശീയ തലത്തിൽ BJP RSS സംഘപരിവാർ കൂട്ടുകെട്ടിനെയും ശ്രീ മോഡിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലുള്ള പ്രാധാന്യം. അത് കോൺഗ്രസിനെ പോലെ തന്നെ ഉൾക്കൊള്ളുന്നവരാണ് ഇവിടുത്തെ ഘടകകക്ഷികളും. അത് ലീഗാണെങ്കിലും അത് കേരള കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളാണെങ്കിലും എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ പ്രായോഗികത കൂടുതൽ സീറ്റ് വാങ്ങുക, ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പൊതു മാനദണ്ഡം. ആ മാനദണ്ഡത്തിനകത്ത് നിന്നുകൊണ്ട് ചർച്ചകൾ വരും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സീറ്റ് വിഭജനം അതിനൊരു പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ആ മാനദണ്ഡം തന്നെയായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടാവുന്നത്. മാണിയെയും ജോസഫിനെയും പരസ്പരം പിളർത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് കോടിയേരി. ചെന്നിത്തല ജോസഫിനെ പിന്തുണയ്ക്കുന്നത് മാണിയെ തളർത്താനെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരള കോൺഗ്രസിനെ 2ആക്കാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പി ജെ ജോസഫിന് എല്ലാ പിന്തുണയും രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് പിളരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിനെ പിളർക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുന്നണിയിലൊരു കക്ഷി പിളരുമോ? അപ്പോൾ നിങ്ങൾ പിളർന്നാലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാം എന്ന് പറഞ്ഞ് KM മാണിയുടെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അജണ്ട. അത് KM മാണിയുടെ പാർട്ടിയെ ഒതുക്കാൻ കുറേ കാലമായിട്ട് കോൺഗ്രസിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നടക്കുന്ന വിവാദം. ഭാഗ്യശക്തികൾ ആണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഇടപെട്ട് ഇപ്പോൾ കലാപം ഉണ്ടാക്കുന്നത്. കൊല്ലം MP പ്രേമചന്ദ്രനെ പിന്തുണച്ചും അഭിനന്ദിച്ചും BJP ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. മാമൂട് പാർക്കിൽ ഹൈമാക്സ് സ്ഥാപിച്ചതിനാണ് BJPയുടെ അനുമോദനം. പ്രേമചന്ദ്രന് BJP നേതൃത്വവുമായി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് പ്രേമചന്ദ്രന് വേണ്ടി BJPയുടെ വക പരസ്യം. കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിലെ 20ാം വാർഡിലെ മാമൂട് ചിൽഡ്രൻസ് പാർക്കിന്റെ മുന്നിലാണ് പ്രേമചന്ദ്രൻ MPയെ അഭിനന്ദിച്ചുകൊണ്ട് BJP മാമൂട് വില്ലേജ് കമ്മിറ്റി ബോർഡ് സ്ഥാപിച്ചത്. പാർക്കിൽ ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിച്ചു നൽകിയതിന്റെ ഉപകാരസ്മരണയായാണ് ബോർഡ്. കൊല്ലം ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ പ്രേമചന്ദ്രനെതിരെ ഉയർന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ് പുതിയ പരസ്യ ബോർഡ്. പല കാര്യങ്ങൾക്കും BJPയെ സഹായിക്കുന്ന പ്രേമചന്ദ്രന്റെ മുഖം തുറന്നു കാട്ടുന്ന രീതിയിൽ കൊറ്റങ്കരയിലെ മെമ്മോറിയൽ ചിൽഡ്രൻസ് പാർക്കിന് വേണ്ടി പ്രേമചന്ദ്രൻ അനുവദിച്ച ഹൈമാസ് ലൈറ്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് BJP കൊറ്റങ്കര വില്ലേജ് കമ്മിറ്റിയുടെ ഫ്ലെക്സ് ബോർഡുകളും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളുമാണ് നമ്മൾ കൂടുതലായി കാണുന്നത്.
ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നതിന് പിന്നിൽ പ്രേമചന്ദ്രനാണെന്ന് CPIM ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുർബല സ്ഥാനാർത്ഥിയെ ഇറക്കി UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാനുള്ള BJP തന്ത്രമാണ് പ്രേമചന്ദ്രനെ അഭിനന്ദിക്കുന്ന ബോർഡ് സ്ഥാപിച്ചതിലൂടെ പുറത്തായത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാജ്യത്തെ 5 വിമാനത്താവളങ്ങൾ ഒറ്റയടിക്ക് അദാനി ഗ്രൂപ്പിന് തീരെഴുതാൻ കളമൊരുങ്ങുന്നു. തിരുവനന്തപുരം അടക്കമുള്ള രാജ്യത്തെ തന്ത്രപ്രധാനമായ 5 വിമാനത്താവളങ്ങളുടെ ലേല നടപടിയിൽ അദാനി ഗ്രൂപ്പിന് മുൻതൂക്കം. 30,000 കോടി വിലമതിക്കുന്ന തിരുവനന്തപുരം വിമാനത്താവളം 50 വർഷത്തേക്കാണ് അദാനിക്ക് ലഭിക്കുക. തിരുവനന്തപുരം അടക്കമുള്ള 5 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചേക്കും. ഇന്ന് ദില്ലിയിൽ നടന്ന ഫിനാൻഷ്യൽ ബിഡിൽ അദാനി ഗ്രൂപ്പ് മറ്റുള്ളവരെക്കാൾ ഉയർന്ന തുക കോട്ട് ചെയ്തതോടെയാണ് നടത്തിപ്പ് അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിനു വേണ്ടി ക്ലോസ്ഡ് ടെൻഡറിൽ 168 കോടി രൂപ അദാനി കോട്ട് ചെയ്തപ്പോൾ കേരള സർക്കാരിന്റെ KSIDCക്ക് വേണ്ടി ടിയാൽ 135 കോടി രൂപ കോട്ട് ചെയ്തു. 3-ാം സ്ഥാനത്തുള്ള GMR ഗ്രൂപ്പ് 63 കോടി രൂപ മാത്രമാണ് കോട്ട് ചെയ്തത്. ഇതടക്കം 5 വിമാനത്താവളങ്ങളിലും അദാനി ഗ്രൂപ്പ് 1-ാം സ്ഥാനത്തെത്തി. അഹമ്മദാബാദിനു വേണ്ടി 177 കോടിയും ജയ്പൂരിനു വേണ്ടി 174 കോടിയും ലക്നൌ വിമാനത്താവളത്തിനു വേണ്ടി 171 കോടിയും മംഗലാപുരത്തിനു വേണ്ടി 115 കോടി രൂപയുമാണ് അദാനി ഫിനാൻഷ്യൽ ബിഡിൽ കോട്ട് ചെയ്തത്. ഗുവാഹട്ടി എയർപോർട്ടിന്റെ ലേല നടപടികൾ കോടതി തടഞ്ഞതിനാൽ പിന്നീടാവും ഫിനാൻഷ്യൽ ബിഡ് നടക്കുക. 28-ന് ഫിനാൻഷ്യൽ ബിഡ് തുറക്കും. ഉയർന്ന തുക കോട്ട് ചെയ്തതിനാൽ അദാനിക്ക് തന്നെ 5 വിമാനത്താവളങ്ങളും ലഭിക്കാനാണ് സാധ്യത. മോദി സർക്കാരിന്റെ കള്ളക്കളിയാണ് അദാനി ഫിനാൻഷ്യൽ ബിഡിൽ യോഗ്യത നേടാൻ കാരണം. 50 വർഷത്തേക്കാണ് അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം ലഭിക്കുക. വിമാനത്താവള നടത്തിപ്പിൽ മുൻപരിചയമുള്ള കമ്പനികൾ മാത്രമേ ടെക്നിക്കൽ ബിഡിൽ പങ്കെടുക്കാവൂ എന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതാണ് അദാനിക്ക് ഒറ്റയടിക്ക് ഇത്രയും വിമാനത്താവളങ്ങൾ ലഭിക്കാൻ കാരണം. കേരള സർക്കാരിന്റെ കമ്പനിയായ ടിയാൽ യോഗ്യത നേടാതിരിക്കാൻ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ വ്യവസ്ഥ 10% നിജപ്പെടുത്തിയതും അദാനിക്ക് നേട്ടമായി. മംഗലാപുരം വിമാനത്താവളത്തിനു വേണ്ടി രംഗത്തുണ്ടായിരുന്ന കൊച്ചി വിമാനത്താവള കമ്പനിയും ബിഡിൽ വെട്ടിനിരത്തപ്പെട്ടു. KSIDCക്ക് വേണ്ടി MD ശർമ്മള മേരി ജോസഫാണ് ദില്ലിയിലെ ടെൻഡർ നടപടികളിൽ പങ്കെടുത്തത്. അദാനി ഗ്രൂപ്പിന്റെ ഏവിയേഷൻ രംഗത്തെ പ്രഥമ സംരംഭത്തിന് 30,000 കോടിയിലേറെ മതിപ്പ് വിലയുള്ള തിരുവനന്തപുരം വിമാനത്താവളം ലഭിക്കുന്നതോടെ കോടികളുടെ ലാഭമാണ് ലഭിക്കുക. 170 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സഞ്ചിത ലാഭം. നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട തോഴനാണ് അദാനി ഗ്രൂപ്പ് തലവൻ ഗൗതം അദാനി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദാനി ഗ്രൂപ്പിന്റെ സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിലാണ് മോദി രാജ്യമെമ്പാടുമായി പ്രചരണം നടത്തിയിരുന്നത്. ഇതേ ഗ്രൂപ്പിന് ഒറ്റയടിക്ക് 5 വിമാനത്താവളങ്ങൾ ലഭിക്കുന്നു എന്നത് മറ്റൊരു കൗതുകമാണ്. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ എതിർപ്പുയർത്തിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഇടതുമുന്നണി കരിദിനം ആചരിക്കുകയാണ്. ഇതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരികയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. അദാനിക്ക് സ്ഥലം വിട്ടു നൽകില്ലെന്ന് മുഖ്യമന്ത്രി. അദാനിക്ക് വിമാനത്താവള നടത്തിപ്പിൽ പരിചയമില്ല. അദാനിക്ക് പരിചയം പ്രധാനമന്ത്രിയുമായാണ്. 6 വിമാനത്താവളങ്ങളാണ് സ്വകാര്യവൽക്കരിക്കാൻ നടപടിയെടുത്തത്. അതിലൊന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ബാക്കി 5ഉം അദാനിക്കാണ് കിട്ടിയത്. അദാനി ഇതുവരെ രാജ്യത്തൊരു വിമാനത്താവളവും നടത്തി പരിചയമുള്ളവരല്ല. എന്നാൽ നേരത്തെ മുതൽക്കേ രാജ്യത്തിനറിയാം നരേന്ദ്രമോദിയും അദാനിയും ഒക്കെ നല്ല പരിചയക്കാരാണ് എന്നുള്ളത്. ആ പരിചയമല്ലാതെ വിമാനത്താവളം നടത്തിയുള്ള പരിചയം ആ കമ്പനിക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല. പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗതയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതൊന്നും 1000 ദിവസം മുൻപ് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അതാണ് ഇപ്പോ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടു. നടിയുടെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. കൊച്ചി CBI കോടതി ജഡ്ജി ഹണി വർഗീസിനെ വിചാരണയ്ക്കായി ഹൈക്കോടതി നിയോഗിച്ചു. നടിയുടെ ആവശ്യത്തെ എതിർത്ത് ദിലീപ് സമർപ്പിച്ച കക്ഷിചേരൽ ഹർജി കോടതി തള്ളി. വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നാവശ്യപ്പെട്ട് നടി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായത്. നടിയുടെ ആവശ്യം അംഗീകരിച്ച കോടതി വിചാരണയ്ക്കായി കൊച്ചി CBI കോടതി ജഡ്ജി ഹണി വർഗീസിനെ ചുമതലപ്പെടുത്തി ഉത്തരവിട്ടു. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. 9 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടിയുടെ ഹർജിയിൽ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് രാവിലെ നടിയുടെ ഹർജിയിൽ കക്ഷിചേരൽ അപേക്ഷയുമായി
കേസിലെ പ്രതിയും നടനുമായ ദിലീപ് എത്തിയത്. നടിയുടെ ആവശ്യത്തെ ദിലീപ് കോടതിയിൽ എതിർത്തെങ്കിലും കോടതി അംഗീകരിച്ചില്ല. നടിയെ പിന്തുണച്ചും ദിലീപിനെ എതിർത്തും സർക്കാരും കോടതിയിൽ നിലപാടെടുത്തു. വനിതാ ജഡ്ജി വേണമെന്നാവശ്യപ്പെടാൻ ഇരയ്ക്ക് അവകാശമുണ്ടെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചു. നിരന്തരം ഹർജികൾ നൽകി ദിലീപ് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും സർക്കാർ വാദിച്ചു. ഇതിനെ തുടർന്നാണ് ദിലീപിന്റെ കക്ഷിചേരൽ ഹർജി തള്ളിക്കൊണ്ടും നടിക്ക് അനുകൂലമായും ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. 4-ാം തീയതി ജമ്മു കശ്മീർ സന്ദർശിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദില്ലിയിൽ തിരിച്ചെത്തിയാൽ ഉടൻ തീയതികൾ പ്രഖ്യാപിക്കും എന്നാണ് സൂചന. 7 ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു. മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് തീയതികൾ കമ്മീഷൻ പ്രഖ്യാപിക്കും. പുൽവാമ സ്ഫോടനത്തെ തുടർന്ന് കലുഷിതമായ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ 4-5 തീയതികളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തുന്നുണ്ട്. 6-ാം തീയതി ദില്ലിയിൽ ചേരുന്ന യോഗത്തിനു ശേഷം തീയതി പ്രഖ്യാപനം. അന്നേ ദിവസം കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നു. 2014 9 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് രാജ്യമെങ്ങും നടത്തിയത്. ഇത്തവണ വോട്ടിംഗ് തീയതികൾ കുറച്ച് 7 തവണയായി തെരഞ്ഞെടുപ്പ് നടത്തിയേക്കുമെന്ന് അഭ്യൂഹമുണ്ട്. മെയ് 16-നായിരുന്നു 2014 വോട്ടെണ്ണൽ നടത്തിയത്. അതിന് സമാനമായി മെയ് പകുതിയോടെ തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ വോട്ടെണ്ണലും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കൂ. ഏപ്രിൽ ആദ്യവാരം ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുന്ന തരത്തിലാകും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് കല്യോട് ഗ്രാമത്തിൽ കോൺഗ്രസ് അക്രമ ഭീകരത തുടരുന്നു. അക്രമങ്ങളെ തുടർന്ന് വീട് വിട്ടു പോകേണ്ടി വന്ന CPIM പ്രവർത്തകർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നതിന് ഭീഷണി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നാളെ ഉച്ചയ്ക്ക് 2-ന് മന്ത്രി E. ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരും. കോൺഗ്രസ് സ്വാധീന മേഖലയായ പെരിയ കല്യോട് ഗ്രാമം ഇപ്പോഴും അക്രമഭീതിയിൽ. 2 പ്രവർത്തകരുടെ കൊലയെ തുടർന്നുണ്ടായ കൊലവിളിയും ആക്രമണ ഭീഷണിയും കോൺഗ്രസ് തുടരുന്നതിനാൽ ജീവഭയം മൂലം ഒഴിഞ്ഞുപോയ CPIM അനുഭാവി കുടുംബങ്ങൾക്ക് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്താനാകുന്നില്ല. പല വീടുകളും പൂർണ്ണമായി അഗ്നിക്കിരയായി. കൊള്ളയും നടന്നു. വാസയോഗ്യമല്ലാത്ത നിലയിലാണെങ്കിലും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരെ കോൺഗ്രസുകാർ ആക്രമണ ഭീഷണി മുഴക്കി മടക്കി അയക്കുകയാണ്. 1/2 ഡസനോളം കുടുംബങ്ങളാണ് ഈ സ്ഥിതിവിശേഷം നേരിടുന്നത്. ബഹുജനങ്ങളെ അണിനിരത്തി സമാധാന രീതിയിൽ ഈ വെല്ലുവിളി പാർട്ടി നേരിടുമെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു ആവാസ കേന്ദ്രമാണ് വീട് എന്ന് പറയുന്നത്. അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ BJPയോ ലീഗോ ഇതൊന്നുമല്ല, മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമാണ് വീട്. ഈ വീട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയായിട്ട് CPM കരുതുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആക്രമണത്തിനില്ല, ഞങ്ങൾ കായികമായി ഒരു സംഭവം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഒരാളുടെയും വീടോ പീടുകയോ എതിരാളികളെ നശിപ്പിക്കാൻ ഈ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പെരിയ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ച് അക്രമാസക്തമായി. ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് സമരക്കാരെ പിരിച്ചുവിട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് സമരം ഉദ്ഘാടനം ചെയ്തു. CBI അന്വേഷണം പ്രഖ്യാപിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ കൊലപാതകത്തിൽ കുറ്റക്കാരായി കണ്ടെത്തിയവരെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ആരാണ് ഉൾപ്പെടുന്നതെങ്കിലും കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. Our party has expelled those people who are involved in it, and we have said that whoever from our party is found to be associated with it, we'll take very stringent, strict action. We don't approve of these sort of things. CPM is very clear, and that has already been made clear. കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലെ നിലനിന്നിരുന്ന അനാചാരങ്ങൾ നീക്കിയതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയുടെ പുരോഗമനപരമായ നിലപാട് സ്വാഗതാർഹമെന്ന് മുഖ്യമന്ത്രി. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിലാണ് ക്ഷേത്രം പ്രസിഡന്റും SNDP യോഗം ജനറൽ സെക്രട്ടറിയും കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ആചാരങ്ങൾ കാലാനുസൃതമായി മാറ്റം വരുത്തേണ്ടതാണെന്ന് തെളിവ് സഹിതം വിശദീകരിച്ചത്. ആടുവിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം അനാചാരമാണ് എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം മാറ്റി. ദേവിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല, ഞങ്ങൾക്കൊരു വിരോധവും വന്നില്ല. പടയണി മാറ്റി. ആറാട്ട്, ആനപ്പുറത്ത് കാട്ടിക്കിടക്കുന്ന ആനയെ കൊണ്ട് മനുഷ്യരുടെ കൊണ്ടുവന്നിട്ട് പലയിടത്തും പല അപകടങ്ങളും സംഭവിക്കുന്നത് മനസ്സിലാക്കി ആറാട്ടിന് ആന വേണ്ട എന്ന് തീരുമാനിച്ച് അതിനു പകരം
ആറാട്ടിന് വേണ്ടി ജീവിത തയ്യാറാക്കി മനോഹരവും സുന്ദരവുമായി ഞങ്ങൾ ഉത്സവം നടത്തുന്നു. ഒരു ദേവീകോപം ഉണ്ടായില്ല. 82 വയസ്സുകാരനായ ഞാൻ ഇന്നും ചക്കക്കുരു പോലെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ദേവിയുടെ കാരുണ്യം കൊണ്ടാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ സ്വാഗതം ചെയ്തു. ആചാരമൊന്നും മാറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇവിടെ കോഴിവെട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. മൃഗത്തെ ബലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആചാരങ്ങളെല്ലാം മാറിയതുകൊണ്ട് ദേവിയുടെ ശക്തി കുറയുകയല്ല ചെയ്തത്. സുധാകരനെ പോലത്തെ ഒരാള് അസുഖമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാനടക്കമുള്ള ശക്തിയിലേക്ക് ദേവി ശക്തിപ്പെട്ടുവെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആചാരം ഓരോ കാലത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്, കാലാനുസൃതമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. രാവിലെ 8:30 കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിയത്. വെള്ളാപ്പള്ളിയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിനായി ക്ഷേത്രത്തിലേക്ക് പോയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തെക്കൻ മേഖലാ ജാഥ കോട്ടയത്ത് പര്യടനം തുടരുന്നു. ചങ്ങനാശ്ശേരിയിലും പെരുന്നയിലുമാണ് ആദ്യ സ്വീകരണം. പ്രളയബാധിതരുൾപ്പെടെ തൊഴിലാളികളും സ്ത്രീകളും എല്ലാം ജാഥയെ വരവേൽക്കാനെത്തി. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ജാഥയുടെ സ്വീകരണം. ഇപ്പോൾ സ്വീകരണം പൊൻകുന്നത്താണ്.